ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ്. അപ്പം സുധി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. അങ്ങനെ സച്ചി വന്നു. സച്ചി വന്നിട്ട് സുധീനെ പരമാവധി അവിടെ ഇട്ട് വെള്ളം കുടിപ്പിക്കാൻ പറ്റുമോ അവിടെ ഇട്ട് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ഇതിൻ്റെ ഇടയിൽ നിന്ന് ഓരോന്നിങ്ങനെ എക്സ്ക്യൂസുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, ഞാനിവിടെ ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നാൾ ഞാനിവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അനാഥനായി പോകും. അവൻ പറഞ്ഞതുപോലെ അവൻ സത്യത്തിൽ അനാഥനാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് ശരി, അമ്മ സൂക്ഷിച്ചോ, കാരണം അമ്മ ഇവിടെ നിന്ന് ഉടനെ ഇല്ലാതാകാൻ ചാൻസ് ഉണ്ട്. അമ്മ ഇപ്പം പറഞ്ഞത് നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവൻ 50 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ഈ നിൽക്കുന്ന അമ്മയുടെ തലേ തൊട്ടല്ല സത്യം ചെയ്തേക്കണത്. അപ്പം പിന്നെ പറയുകയേ വേണ്ട. ഇവൻ 50 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇവിടെ പലതും നടക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സുധി പറഞ്ഞു, ഞാൻ 50 ലക്ഷം രൂപ തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ 6 മാസത്തിനുള്ളിൽ, അത് തരാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ കളിയാക്കുവാണോ? ഈ 6 മാസത്തിനുള്ളിൽ നിനക്ക് 50 ലക്ഷം രൂപ തരാൻ പറ്റുവാടാ? അങ്ങനെ നിനക്ക് തരാൻ പറ്റുമെങ്കിലേ ഞാൻ നിനക്ക് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, നിനക്ക് തരാൻ പറ്റുവാടാ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി ഇംഗ്ലീഷിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ അങ്ങോട്ട് അടിച്ചു കേട്ടോ. കാരണം ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മുടെ സച്ചിനെ തോൽപ്പിക്കാൻ പറ്റും. കാരണം നമ്മുടെ സച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, എടാ നീ ഇംഗ്ലീഷിൽ അവനോട് സംസാരിക്കില്ലേടാ, അവന് വല്ല വിദ്യാഭ്യാസമോ വിവരമോ വല്ലതും ഉണ്ടോ? അവൻ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല, അതിന് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണ്ടേ, ആ സമയത്ത് അവൻ പള്ളിക്കൂടത്തിലല്ലായിരുന്നുവല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. കാരണം സച്ചിനെ പറയുന്നത് രേവതിക്ക് അങ്ങോട്ട് പിടിക്കണില്ല. അതും പ്രത്യേകിച്ച് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുമ്പോൾ ആരെ പറഞ്ഞു നമുക്ക് പിടിച്ചില്ല, പിന്നെ എങ്ങനെയാണല്ലേ ഭാര്യയായ രേവതിക്ക് പിടിക്കാതിരിക്കുന്നത്? അങ്ങനെ രേവതിക്കും പിടിച്ചില്ല. അപ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ പറഞ്ഞു, സച്ചി പറഞ്ഞു, നിങ്ങളുടെ മകന് ഭയങ്കര വിദ്യാഭ്യാസമായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പെണ്ണ് സിമ്പിളായിട്ട് തേച്ചൊട്ടിച്ച് പറ്റിച്ചിട്ട് 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയത്. ഭയങ്കര വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ ഇരിക്കുന്ന സുധി. എൻ്റെ പൊന്നു സുധി, ഞാനൊരു കാര്യം പറയാം, നീ എൻ്റെ ചേട്ടനൊക്കെയാ. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നീ വെറും പൊട്ടനാടാ, പൊട്ടൻ, വെറും പൊട്ടൻ. ഇല്ലെങ്കിൽ പിന്നെ 50 ലക്ഷം രൂപയും കൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ നിന്നെ പറ്റിച്ചിട്ട് മുങ്ങുമായിരുന്നോ? അതുകൊണ്ട് നീ നിൻ്റെ വായ അടച്ചിരിക്കടാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്ര, എന്തിനാ സച്ചി എൻ്റെ മോനെ വെറുതെ ഇങ്ങനെ നീ പറയുന്നത്? അവനൊരു അബദ്ധം പറ്റിപ്പോയി, അവന് പറ്റിപ്പോയെന്ന് ഞാനും പറഞ്ഞല്ലോ. അവന് ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അവൻ തിരുത്താൻ നോക്കുകയല്ലേ. വീണ്ടും വീണ്ടും ഇങ്ങനെ അവനെ കുത്തി കുത്തി നോവിക്കാതെ. അവൻ്റെ കാലിനൊന്നാത് വയ്യ, അവൻ ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൻ്റെ മനസ്സിനും വേദന. എൻ്റെ മോന് ഇതൊന്നും താങ്ങില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, മോനിതൊന്നും താങ്ങൂല, താങ്ങിക്കോ, അമ്മ താങ്ങി എടുത്തോണ്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രബാമോനെ നമുക്ക് പോകാം, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. എന്തിനാ ഇവിടെ ഇരുന്ന് വെറുതെ സമയം കളയുന്നത്? ഇവിടെ ഇരുന്ന മോനെ കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ ഇവിടെയുള്ളവർ മോൻ്റെ നേരെ തുടങ്ങുന്നത് ഇങ്ങനെ ഓരോന്ന്. അതുകൊണ്ട് മോൻ വാ, നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എണീപ്പിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പെട്ടെന്നൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തു. വേറെ ഒന്നുമല്ല, സച്ചിക്ക് അങ്ങോട്ടൊരു വിശ്വാസം ഇല്ല കേട്ടോ. സച്ചി ഓർക്കണത് ഇപ്പോഴും ഇനിയിപ്പം പറ്റിച്ചുകൊണ്ട് വല്ലതും ഇരിക്കുവാണോ? കാലിൽ വെറുതെ കെട്ടൊന്നും ചിലപ്പം കാണത്തില്ല, കെട്ടൊന്നും ഇല്ലായിരിക്കും, കെട്ടല്ല മുറിവൊന്നും ഇല്ലായിരിക്കും, ചുമ്മാ കെട്ടി വെച്ചേക്കുന്നതാന്ന് ഓർത്തുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് സുധിക്കിട്ടൊറ്റ തട്ട് കൊടുത്തു. സുധി അയ്യോ അമ്മേ എന്ന് പറഞ്ഞോണ്ട് കാറാനും തുടങ്ങി. അപ്പോഴത്തേക്കും ചന്ദ്ര കണ്ടിട്ട്, എന്താ സച്ചി നീ ഈ കാണിക്കുന്നത്? എൻ്റെ മോൻ്റെ കാല് വയ്യാണ്ടിരിക്കാന്ന് അറിയില്ലേ? സോറി, ഞാനേ എന്നാ ചെയ്താന്നറിയാമോ? ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നിങ്ങളും നിങ്ങളുടെ മോനും ആയോണ്ടേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പറയുന്നതൊക്കെ പച്ചക്കള്ളമായിരിക്കും, അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ സച്ചി ഈ കാണിക്കുന്നത്? അവന് വയ്യാതിരിക്കുമല്ലേ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അച്ഛാ, അവൻ്റെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ എവിടെയൊക്കെയോ ചെറിയ വേദന ഉണ്ടെന്ന് തോന്നുന്നു. പൊക്കോ നീ ഇനി ഏതായാലും പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി നേരെ കയറി പോയി റൂമിനകത്തേക്ക് പോയിട്ടോ. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അപ്പം ശ്രുതി വീട്ടിലേക്ക് ചെന്നു. ശ്രുതി വീട്ടിലേക്ക് ഭയങ്കര ടയേർഡായിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ടും കൂടെ ആണല്ലോ, രണ്ടുപേരും ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താടി നിന്നെ ഇന്നലെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു, എന്താ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ കൂട്ടുകാർ ചോദിച്ചപ്പോഴത്തേക്ക്, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നടി. ഹോസ്പിറ്റലിലോ? എന്തിനാ നീ ഹോസ്പിറ്റലിൽ പോയത്? എന്താ നിനക്ക് പറ്റിയത്? അയ്യോ, നിനക്കൊരു കോള് ചെയ്താൽ ഞാനങ്ങ് വരില്ലായിരുന്നോ? എടി ഞാനല്ലടി,
ഞാനല്ല ഹോസ്പിറ്റലിൽ, എന്താ ഏതെങ്കിലും ഫ്രണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ? ഫ്രണ്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ പണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു മേഡത്തിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഒരാളെ പരിചയപ്പെട്ടു. അയാൾ മേഡത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം പുള്ളിക്കാരന് അവിടുന്ന് റിസൈൻ ചെയ്ത് അന്ന് തന്നെ പോയി. അതിന് ഞാനും ഒരു കാരണക്കാരിയായിന്ന്. ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പം മനസ്സിലായി, നിൻ്റെ മറ്റേ ആൾ. ആ അത് തന്നെ. അപ്പം അയാളെ ഞാനിങ്ങനെ വഴിക്ക് വെച്ച് കണ്ടു. അയാളൊരു ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പോൾ അതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ് ചെയ്തെങ്കിൽ എൻ്റെ പൊന്നുമോളെ, നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ തടഞ്ഞ് കാണുമല്ലോ. നീ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ നീ കുറച്ച് പൈസ മേടിച്ച് കാണുമല്ലോ. എത്ര രൂപ കിട്ടി? എത്ര രൂപ ബില്ലടച്ചു? എത്ര രൂപ അടച്ചടി? അത് ഒരു 10-15,000 രൂപയായി. അപ്പം നീ ഒരു 20,000 രൂപ പറഞ്ഞിട്ട് 5,000 രൂപ ഇഷ്കി കാണുമല്ലോ. ഹേയ് ഇല്ലടി, ഞാൻ എടുത്തില്ല. നീ എടുത്തില്ലെന്നോ? അത് വല്ലാത്ത അതിശയമായി പോയല്ലോ എൻ്റെ പൊന്നു ശ്രുതി. നീ എവിടെ വീണാലും അവിടെ പൈസയും കൊണ്ടല്ലേ നീ പൊങ്ങാറുള്ളൂ. ഇത് ഇയാളെ കണ്ടിട്ട് എനിക്കങ്ങനെ ഇയാളെ പറ്റിക്കാനോ പൈസ മേടിക്കാനോ ഒന്നും തോന്നിയില്ലടി. എന്തോ പ്രത്യേക ഒരു ഫീല്. എന്തു പറ്റി? എന്താ മനസ്സിൽ വല്ലതും കയറി കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ നീ പിടിക്ക്, 2,000 രൂപയുണ്ട്, എൻ്റെ ഷെയറാ വാടകയുടെ. 2,000 രൂപയോ? ഇതൊക്കെ ആരെ പറ്റിച്ചാ നീ ഉണ്ടാക്കിയത്? എടി നിൽക്കടി, ഞാൻ പറ്റിച്ചിട്ടൊന്നും ഇല്ലടി. ആരെ പറ്റിച്ചിട്ടുണ്ടാക്കാനാ ഇത്? ഞാനൊരു സ്ഥലത്ത് മസാജ് ചെയ്യാനൊക്കെ പോയായിരുന്നു. കുറച്ച് തെറാപ്പിയൊക്കെ ചെയ്യാൻ പോയായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയതാ. ഓ ഓ ഓ അല്ല, നിൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, നീ പറയാറില്ലേ നമുക്കൊക്കെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുമെന്ന്. ആ ഒരു ടേണിംഗ് പോയിൻ്റ് എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നുക. എന്തോ ഒരു വെളിച്ചം എവിടെയോ കണ്ടതുപോലെ. എന്തോ പഴയതുപോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ജീവിക്കണമെന്നും ഒരു ജീവിതം വേണമെന്നും ഒക്കെ. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. ഇപ്പം അതിനെക്കുറിച്ചൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു കോഫി എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിനെ കൊണ്ടൊരു കോഫിയൊക്കെ എടുപ്പിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ പാട്ടൊക്കെ പാടി ലാലാലയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാർ നിൽക്കടാന്ന് പറഞ്ഞ് നിർത്തി. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം, അതേ നീ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്നോ? ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് എന്താ ഞാൻ ട്രീറ്റ് തരണോ? എൻ്റെ പൊന്നടാ, ഞാൻ പറഞ്ഞല്ലോ ആ കല്യാണം ഞാൻ പെട്ടുപോയതാ. എങ്കിലും നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായില്ലേ, നിൻ്റെ പെണ്ണിനെ ഒന്ന് കൊണ്ട് കാണിച്ചോടാ ഞങ്ങളെ. അവളെ കാണിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ട ഇനി അവളെ കൊണ്ട് നടന്ന് നിങ്ങളെ കാണിക്കാൻ, എൻ്റെ ഭാര്യയായിട്ട് പരിചയപ്പെടുത്താൻ. അപ്പോൾ ഇതുവരെ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതൊന്നുമല്ല, ഞങ്ങളൊരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ ആ ഒരു പാർട്ടി നടത്താം നമുക്ക്. ഇവൻ്റെ വീട്ടിൽ വെച്ചൊരു ചെറിയ പാർട്ടി. നിന്നെയും നിൻ്റെ പെണ്ണിനെയും ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു. എടാ അതൊന്നും വേണ്ടടാ, അതിൻ്റെ ഒരു കാര്യമില്ലടാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നൊരു നല്ലൊരു സ്വീകരണമായിരിക്കും. ഏതായാലും നിൻ്റെ ഭാര്യനെ ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണണ്ടേ? നിൻ്റെ ഭാര്യ ഞങ്ങളുടെ പെങ്ങളെപ്പോലെയല്ലേ, അപ്പം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണ്ടേടാ. അപ്പം പിന്നെ നമുക്ക് നാളെ തന്നെ പാർട്ടി വയ്ക്കാം അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞേടാ വേണോടാ, അതിൻ്റെ കാര്യമൊന്നും ഇല്ലടാ. വേണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് പൈസ വല്ലതും വേണോ? ഇനിയിപ്പോൾ പാർട്ടി വെക്കണ ഉറപ്പായിട്ടും ഞാൻ വരും. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾക്ക് പൈസ വല്ലതും വേണോ? അയ്യേ എന്താ സച്ചി പറയുന്നത്? നിനക്ക് ട്രീറ്റ് തരുന്നത് ഞങ്ങളാ, അപ്പം ഞങ്ങൾ പൈസ ചിലവാക്കിക്കോളാം. നീ കൂടുതൽ പൈസ ഒന്നും ചിലവാക്കി നീ വലിയ ആൾ കളിക്കുമൊന്നും വേണ്ട. നീ മര്യാദയ്ക്ക് നിൻ്റെ പൊണ്ടാട്ടീനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. സമ്മതിച്ചിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ, നമ്മുടെ രവീന്ദ്രൻ അവിടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് മോളെ കുറച്ച് ഭക്ഷണം അതായത് വിശക്കുകയാണ്, ചോറ് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ മോനെ നീ ഇവിടെ ഇരിക്കുന്ന എന്തിനാടാ, നിനക്ക് വിശക്കുന്നില്ലേ? വാ നമുക്ക് വെളിയിൽ പോയി അവിടെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. നീ ഇങ്ങനെ റൂമിനകത്ത് തന്നെ ഇങ്ങനെ കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല, വാ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, വേണ്ട അമ്മേ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം, ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതൊന്നും ശരിയാവില്ല, ഇത് നിൻ്റെയും കൂടെ വീടാ. നീ എന്തിനാ പേടിച്ച് ഇതിനകത്ത് കയറി ഇരിക്കുന്നത്? അങ്ങനെ പേടിച്ച് ഇതിനകത്ത് ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്നും പറഞ്ഞ് സുധീനെയും കൂട്ടി വന്നു. അങ്ങനെ നമ്മുടെ രേവതി കറിയും ഭക്ഷണങ്ങളും ഒക്കെ കൊണ്ടുവച്ച് ചോറും ഒക്കെ കൊണ്ടുവച്ച് രവീന്ദ്രന് വിളമ്പാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവരെ കണ്ടിട്ട് വേറെ 3 പ്ലേറ്റും കൂടി എടുത്തുകൊണ്ട് വന്നു. പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ മുമ്പിൽ വെച്ചു. നമ്മുടെ രവീന്ദ്രൻ ആദ്യം ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ മോൻ ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മതി, അവന് നല്ല വിശപ്പുണ്ട്, അവന് മരുന്നൊക്കെ കഴിക്കുന്നത്, അതുകൊണ്ട് നീ അവന് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. എന്താടി നീ പറയുന്നത്? നീ കൊടുക്കില്ലെന്നോ? അതെന്താ നീ കൊടുക്കാത്തത്? മര്യാദയ്ക്ക് എൻ്റെ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കാനാണ് പറഞ്ഞത്.
ഓഹോ, നീ നിന്റെ കെട്ടിയവനും കൂടെ ചേർന്നിട്ട് എൻ്റെ മോനെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനാണോ നിന്റെ ശ്രമം? നിന്റെ കെട്ടിയവൻ്റെ വാക്ക് കേട്ടിട്ടായിരിക്കും നീ ഇപ്പം ഇതൊക്കെ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അമ്മേ ഞാൻ പറഞ്ഞതല്ലോ, ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടൊന്നുമല്ല. ഇയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അയാൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ എന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നിർബന്ധിച്ചാലും ഞാൻ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കില്ല. അമ്മയ്ക്ക് ഭക്ഷണം വേണോ? അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്ക്, എടി ധിക്കാരി, നീ ഇത്രയ്ക്കായോ? എന്നാൽ പിന്നെ എനിക്കൊന്ന് അറിയണമല്ലോ. ഭക്ഷണം എൻ്റെ മോന് വിളമ്പി കൊടുക്കുവോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. നിൻ്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കൂടി എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, അതെ, അവൾക്ക് സുധിക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കണ്ട. നീ എന്തിനു നിർബന്ധിക്കുന്നു? നിനക്കൊരു കൈ ഉണ്ടല്ലോ, ആ കൈ കൊണ്ട് വാരി നീ നിൻ്റെ മോനിട്ട് കൊടുക്കുക, വിളമ്പി കൊടുക്കുക. അവളിതെല്ലാം പാകം ചെയ്ത് ഉണ്ടാക്കി വെച്ചു. നീ ഊട്ടുവോ ഊട്ടാതിരിക്കുകയോ ചെയ്യും നിൻ്റെ മകനെ. അതിപ്പോൾ അവൾ തന്നെ ഊട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും ശരിയല്ല. നിങ്ങൾ അവളോട് അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യായം ആരുടെ സൈഡിലാണെങ്കിലും ആ സ്ഥലത്തെ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് രവീന്ദ്രനും പറഞ്ഞു. ഏതായാലും അത് വലിയൊരു പ്രശ്നമായി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി വരും. അപ്പോൾ സച്ചി കയറി വന്നപ്പോഴത്തേക്കും, മോനെ ബാ ഇരിക്കുക, ചോറുണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി, നിങ്ങൾ ചോറുണ്ണാൻ തുടങ്ങിയായിരുന്നോ? എങ്കിൽ പിന്നെ ചോറുണ്ണാന്നും പറഞ്ഞ് സച്ചിയും വലിയ കാര്യത്തിനൊക്കെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു വിഷയം നടക്കുകയാണല്ലോ. എന്താ ഇവിടെ ഒരു ചിലപ്പും ബഹളവും എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും, അത് എനിക്ക് പറ്റില്ല ഇയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞപ്പം, ആഹാ അത്രേ ഉള്ളോ? ദേ ഇവിടെ ഇരിക്കുന്നത് ആരാ? ഇവൻ്റെ അമ്മയല്ലേ. ഇവൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വിളമ്പി കൊടുക്ക്. വിളമ്പി കൊടുത്തെന്ന് വെച്ചോണ്ട് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്, അത് വിട്ടുപോയി കേട്ടോ. അതൊരു വലിയ സംഭവമാണ്. കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു നമ്മുടെ സച്ചി. അതായത് ചോറുണ്ണാനിരിക്കുന്നതിന് മുമ്പ് കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവർ ചോറുണ്ണാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങ് കയറി വന്നിട്ട്, അതേ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്, അതുകൊണ്ട് സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ചോറുണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, എന്ത് സന്തോഷ വാർത്തയാണ് മോനെ, നിനക്ക് വല്ല ജോലിയും കിട്ടിയോ? ദേ എൻ്റെ പൊന്നാ ചാതി, ഇതങ്ങ് കഴിക്കുക, ഇതെല്ലാവരും അങ്ങ് കഴിക്കുക, സന്തോഷ വാർത്തയൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ്സ് നമ്മുടെ രവീന്ദ്രന് കൊടുത്തു. അടുത്തടുത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുത്തപ്പം ചന്ദ്ര പറഞ്ഞു, എനിക്ക് വേണ്ട ഒരു കോപ്പ് എന്ന് പറഞ്ഞു. എന്താ അമ്മേ, സന്തോഷ വാർത്തയല്ലേ അമ്മ, ഇത് കഴിക്കുക, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബേക്കറിയിൽ നിന്നാണ് മേടിച്ചത്, അവിടുത്തെ അതും കൂടെ സൂപ്പറായിരിക്കും, അമ്മ ഇത് കഴിക്കാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എടി ഏതായാലും ഒരു സന്തോഷ വാർത്തയല്ലേ, സങ്കടമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അത് കഴിക്കുക എന്ന് പറഞ്ഞ് അതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അത് മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുധിക്ക്, നിനക്ക് ഇനി തരാതെ ഒന്നും ഇരിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്ത് നീ ഒരെണ്ണം കഴിച്ചോ, സന്തോഷമല്ലേ, സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കിടാം എന്ന് പറഞ്ഞ്, എടാ സുധി നീയും കൂടെ കഴിച്ചോടാന്ന് പറഞ്ഞ് സുധിക്കും കൊടുത്തു. ഇപ്പോൾ സുധി വേണ്ടാന്ന് പറഞ്ഞ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നാടി നീയും കഴിച്ചോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കും കൊടുത്തു. അപ്പോഴേക്കും ഇത് കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ഇനിയെങ്കിലും ആ സന്തോഷ വാർത്ത എന്തെന്ന് പറയടാ മോനെ എന്ന് പറയുമ്പം, അത് വേറൊന്നുമല്ല ആ സന്തോഷ വാർത്ത, ഇവന് ട്രിട്ടിൻ്റെ പണി കിട്ടിയിട്ടിരിക്കുകയല്ലേ, ഇവനൊരു പെണ്ണ് തേച്ചിട്ട് പോയില്ലേ, അതാണ് ആ സന്തോഷ വാർത്ത. 50 ലക്ഷം കൊണ്ട് ഇവനെ മുക്കിയില്ലേ, ഇവന് രേവതിക്കിട്ട് പണി കൊടുത്തപ്പോഴത്തേക്കും ഇവനിട്ടൊരു ഒന്നാന്തരം നല്ല പണിയല്ലേ കിട്ടിയത്, അത് ഒരു സന്തോഷ വാർത്തയല്ലേ അച്ഛാ, അതിനു വേണ്ടിയാണ് ഞാൻ സ്വീറ്റ്സ് മേടിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തുള്ളിയില്ലേ. ചന്ദ്ര വായിലിരുന്ന് അതെല്ലാം കൂടെ ഒറ്റ തുപ്പി, എന്താടാ നീ വിവരമില്ലാത്ത പരിപാടിയാണല്ലോ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇത് വിവരമില്ലാത്ത പരിപാടിയാണോ അമ്മേ, ഇതൊരു സന്തോഷമല്ലേ, എൻ്റെ സന്തോഷം ഇതൊക്കെയാ, ഈ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു, അത്ര തന്നെയെന്ന് പറഞ്ഞു. ഏതായാലും ഇതങ്ങോട്ട് രേവതിക്ക് അങ്ങോട്ട് പിടിച്ചു പോയിട്ടോ. രേവതി നമ്മുടെ ചന്ദ്ര ആ കേക്ക് തുപ്പിക്കളഞ്ഞപ്പം രേവതി ചന്ദ്രേനെ നോക്കി ആ കേക്ക് മുഴുവനും, കേക്കാണോ ലഡുവാണോ ആ സ്വീറ്റ്സ് മുഴുവനും അങ്ങോട്ട് ചാവച്ചരച്ച് നല്ല ഭേഷായിട്ട് നല്ല ഭംഗിക്ക് കഴിക്കുകയാണ്. ചന്ദ്രനെ നോക്കി. ചന്ദ്ര ഇത് കണ്ടിട്ട് രേവതിനെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എടാ നീ ഈ കാണിക്കുന്നതൊന്നും അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും വിചാരിക്കണ്ട, എൻ്റെ മോനെ തോപ്പിച്ചിട്ട് നീ ഇവിടെ നിൻ്റെ ഭാര്യേനെ വെള്ള പൂശാൻ ശ്രമിക്കുക അല്ലേ എന്ന് പറഞ്ഞപ്പം, ഞാൻ ആരെയും വെള്ള പൂശാനൊന്നും ശ്രമിച്ചതല്ല, ഇവൾ എൻ്റെ തലയിൽ കയറാൻ കാരണം ആരാ, ഇവനല്ലേ, അപ്പം ഇവനെ കളിയാക്കേണ്ട സ്ഥലത്തൊക്കെ ഞാൻ കളിയാക്കും. ഇവളെന്ന ബാധ്യത എൻ്റെ തലയിലായത് ആര് കാരണമാണ്, സുധി കാരണമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് എന്തോ പോലെയായി. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമായിട്ട്, ബാധ്യത, നിനക്കപ്പോൾ അവൾ ബാധ്യതയാണല്ലേ, ബാധ്യത, അതെ അവളെനിക്ക് ബാധ്യതയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നല്ലോ, അപ്പം പിന്നെ അതെനിക്ക് ബാധ്യത തന്നെയാണ്.
ഓ അപ്പം ബാധ്യത തന്നെയാ, അപ്പം ബാധ്യതയല്ലേ ഈ നിൽക്കുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്ര അങ്ങ് കളിയാക്കിയിട്ട് എങ്കിൽ പിന്നെ ഈ കേക്ക് അങ്ങ് കഴിച്ചേക്കാം, ഏതായാലും നിനക്ക് ബാധ്യതേനെ കിട്ടിയതല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ കേക്ക് അങ്ങ് കഴിക്കാമെന്നും പറഞ്ഞ് കേക്കല്ല കേട്ടോ സോറി ആ സ്വീറ്റ്സ് അങ്ങ് കഴിക്കാൻ തുടങ്ങി നമ്മുടെ ചന്ദ്ര. ഇത് കേട്ടപ്പോഴത്തേക്കും ഇതും കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. രേവതി ഭ്രാന്ത് പിടിച്ച് റൂമിനകത്തേക്ക് കയറിപ്പോയി. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് നാളെ കേട്ടാൽ പോരെ, ഇപ്പോൾ ഫുള്ളേ കേൾക്കണ്ടല്ലോ. പിന്നെ ജനറൽ പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, അതായത് 1 വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ. ഏതായാലും നമ്മുടെ രേവതി തുള്ളിച്ചാടി അകത്ത് കയറിപ്പോയത് നമ്മുടെ സച്ചിക്ക് സഹിച്ചില്ല. സച്ചി നേരെ രേവതിയുടെ റൂമിനകത്തേക്ക്, അതായത് അവരുടെ റൂമിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പം കുറച്ച് പ്രശ്നം വഷളാവുക തന്നെയാണ്. വഷളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും രണ്ടും പറഞ്ഞ് മുറ്റടിയാവുകയാണ്. നമ്മുടെ രേവതിയും വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് സച്ചിനെ, നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ ബാധ്യതയാണ്, എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് സച്ചിനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കുറേ സംസാരിച്ച് കൂട്ടുന്നുണ്ട്. ഏതായാലും രണ്ടുപേരും മുട്ട ഫൈറ്റായിട്ടാണ് നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ രേവതി വീട്ടിൽ നിന്ന് രവീന്ദ്രനോടും കൂടെ പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിപ്പോകുന്നത്, നിങ്ങൾ എന്നെ 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ മകന് വേണ്ടി വിറ്റതല്ലേ, പിന്നെ എന്തിന് ഞാനിവിടെ കഴിയണം എന്ന് പറഞ്ഞിട്ടാണ് രവീന്ദ്രനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ചങ്ക് പൊട്ടിയാട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഞാൻ നാളെ പറയാം, നാളത്തെ വിശേഷത്തിൽ പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ വൈകിട്ടത്തെ നമ്മൾ പ്രമോ ഇടുമല്ലോ, അപ്പോൾ നമുക്ക് ആ വിശേഷത്തിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അപ്പോൾ അടിപൊളി വിശേഷമായിട്ട് കാണാം നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും, അതുപോലെ തന്നെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും നമ്മുടെ പുതിയ ചാനലായ ജിന്നൂസ് വേൾഡിലാണ് ഇടുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും കഥയാണ്, മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.